ഇപ്പോൾ കോൺഗ്രസിൻ്റെ പുതിയ യാത്രൻ്റെ സമാപന സമ്മേളനത്തിൽ ഇന്ത്യൻ്റെ പ്രതിപക്ഷ നേതാവ് ഒരു സ്റ്റേറ്റ്മെൻറ്റ് നടത്തി ചില കാര്യങ്ങൾ പറഞ്ഞു. ആ കാര്യങ്ങൾ പറഞ്ഞതെന്ന് വെച്ച് കഴിഞ്ഞാൽ സ്ത്രീകൾക്ക് KSRTCയിൽ സൗജന്യ യാത്ര അനുവദിക്കുന്ന പറഞ്ഞത്. അപ്പോൾ ഇവിടുത്തെ ഈ മിനിസ്റ്റർ ഉണ്ടല്ലോ, ഇപ്പോഴത്തെ ട്രാൻസ്പോർട്ട് കൈകാര്യം ചെയ്യുന്ന ഒരു വാണം, ആ വാണം പറയാം ഒരു മര്യാദയൊക്കെ വേണം പോലും സംസാരിക്കുന്നതിനകത്ത്. ഈ സൗജന്യ യാത്ര അനുവദിക്കുമെന്ന് പറഞ്ഞാൽ അതിനകത്ത് എന്താ മര്യാദക്കേടായിട്ട് എനിക്ക് തോന്നിയത് എനിക്കറിയില്ല. അതിനകത്ത് വല്ല അൺപാർലമെൻറ്റ് വാക്കും വന്നിട്ടുണ്ടോ? ഇവൻ്റെ തലക്കകത്തുനിന്ന് തീട്ടങ്ങാന ഇവൻ്റെയൊക്കെ തലക്കകത്ത്. അതിനോട് വിയോജിപ്പോ എതിർപ്പുണ്ടെങ്കിൽ ആ തരത്തിലല്ലേ അതിനെ ഖണ്ഡിക്കാൻ വേണ്ടി ശ്രമിക്കേണ്ടത്. എന്നിട്ട് ഈ പുള്ളി അങ്ങ് പറയുക, പച്ചക്കളവ് പറയുക, കർണാടകത്തിലെ പിന്നെ KSRTC നഷ്ടത്തിലാവല്ലോ ഓടുന്നത്. ഇവനാണോ കർണാടകത്തിൻ്റെ പിന്നെ KSRTC കൈകാര്യം ചെയ്യുന്ന വകുപ്പ് മന്ത്രി? ഇവൻ്റെ നാട്ടിലുള്ള കാര്യങ്ങളല്ലേ നോക്കേണ്ടത്. പിന്നെ നഷ്ടത്തിലുള്ള KSRTC ഇവൻ വലിയ അങ്ങ് ലാഭത്തിലേക്ക് കൊണ്ടുവരാൻ നോക്കുന്നുണ്ടല്ലോ. അതന്നെയല്ലേ ഇവൻ്റെ ജോലി. അതങ്ങനെ തന്നെ ചെയ്യണ്ടേ? അത് ചെയ്യാനല്ല ജനങ്ങൾ തിരഞ്ഞെടുത്ത് അങ്ങോട്ട് അയച്ചത്. പിന്നെ ഇതൊന്നും കൊടുക്കാൻ കഴിയില്ല. എന്തുകൊണ്ട് കൊടുക്കാൻ കഴിയില്ല? രാഹുൽജി പറഞ്ഞ കാര്യങ്ങൾ മുഴുവനും നടപ്പാക്കിയിട്ടുണ്ടല്ലോ. കർണാടകത്തിൽ നടപ്പാക്കിയില്ലേ? തെലങ്കാനയിൽ നടപ്പാക്കിയില്ലേ? അതുപോലെ തന്നെ ഇവിടെ രാജസ്ഥാനിൽ ആരോഗ്യ ഇൻഷുറൻസ് പദ്ധതി കൊടുക്കുന്നു, 25 ലക്ഷം രൂപൻ്റെ ഇത് കൊടുക്കുമെന്ന് പറഞ്ഞിട്ട് അത് നടപ്പാക്കിയിട്ടില്ല പൂർണ്ണമായിട്ടും. അപ്പം ഇങ്ങനെ പറയുന്ന കാര്യങ്ങൾ കൃത്യമായിട്ട് നടപ്പാക്കാൻ കഴിവുള്ളത് കൊണ്ടാണല്ലോ രാജ്യത്തിൻ്റെ പ്രതിപക്ഷ നേതാവ് അത് കാര്യങ്ങൾ പറഞ്ഞത്. അതിനകത്ത് കക്ഷി രാഷ്ട്രീയം അങ്ങോട്ട് മാറ്റിവെക്ക്. ഇതിപ്പോൾ അങ്ങനെ ഒരു നടപ്പാക്കി കഴിഞ്ഞാൽ ഇവിടുത്തെ കോൺഗ്രസ്സുകാർക്ക് മാത്രമാണ് കിട്ടുക? അങ്ങനെയൊന്നുമല്ലല്ലോ. നമ്മുടെ നാട്ടിലെ സ്ത്രീകൾക്ക് സൗജന്യ യാത്ര അങ്ങനെ കൊടുക്കുമെന്ന് പറയുമ്പോൾ അതിനെ പിന്തുണക്കുകയല്ലേ വേണ്ടത്. അല്ലാതെ ഈ അധികാരം പിന്നെ എന്താ പറയേണ്ടത് നഷ്ടപ്പെടും എന്നുള്ളത് കൊണ്ട് പച്ചക്കളവുകൾ കല്ല് വെച്ച നുണയങ്ങ് പറഞ്ഞ് പ്രചരിപ്പിക്കാൻ നോക്കുക. എന്നിട്ട് ഈ പുള്ളി ഉളുപ്പില്ലാതെ പറയുക മര്യാദയൊക്കെ വേണം പോലും. എന്താണോ എനിക്ക് മര്യാദകേടായിട്ട് അത് തോന്നിയത്? പക്ഷെ നിന്റെ ഭാഷയിൽ ചില സമയം എനിക്ക് മറ്റേതെങ്കിലും തരത്തിൽ തോന്നിയിട്ടുണ്ടാവാം. നിന്റെ ചിന്താഗതി അങ്ങനെയാണല്ലോ. അപ്പം അതുകൊണ്ട് പറയുന്ന കാര്യത്തിൽ വ്യക്തതയും കൃത്യതയും വേണം. അല്ലാതെ വായിക്ക് തോന്നിയ കോലക്ക് പാട്ടെന്ന് പറഞ്ഞാൽ വിളിച്ച് പറയല്ല വേണ്ടത്. അൺപാർലമെന്റ് വാക്ക് ഉപയോഗിച്ച് തീരെ സംസാരിക്കുന്നത് ഈ എന്താ പറയുന്നത് വിവരവും വിദ്യാഭ്യാസവും ഇല്ലാതെ കുറേ മന്ത്രിമാരുള്ള ഈ ഇടതുപക്ഷ ഗവൺമെന്റിനകത്ത് തന്നെയല്ലേ. എത്ര ഘട്ടങ്ങളിൽ ഞങ്ങളെ സ്ത്രീകളെയൊക്കെ ആക്ഷേപിച്ചിട്ടുണ്ട് ഇല്ലേ? അവർ അവകാശങ്ങൾക്ക് വേണ്ടിയുള്ള സമര പോരാട്ടത്തിന്റെ ഭാഗമായിട്ട് ചില സമരങ്ങൾ ചെയ്യുമ്പോൾ എന്തൊക്കെ ആക്ഷേപിച്ചിട്ടുണ്ട് നിങ്ങളെ മന്ത്രിമാരും നിങ്ങളെ MLA-മാരൊക്കെ. അപ്പൊ അതിനെയൊക്കെയല്ലേ നീ അത് കാണിക്കേണ്ടത്. അല്ലാതെ ഇവിടെ ഒരു ജനങ്ങൾക്ക് ഉപകാരപ്രദമായ കാര്യങ്ങൾ ഒരു ഗവൺമെന്റ് വന്നു കഴിഞ്ഞാൽ ഇങ്ങനെ നടപ്പാക്കുമെന്ന് പറയുമ്പോൾ അതിനകത്ത് ഇവനിക്ക് മര്യാദ വേണം പോലും പറയുന്നതിനകത്ത്. പിന്നെ എങ്ങനെയാ പറയേണ്ടത്? നീ ഭാഷാ പണ്ഡിതനാ? എന്നാൽ പിന്നെ എങ്ങനെയാ പറയേണ്ടതെന്നുള്ള ഒരു കുറിപ്പാക്കിയിട്ട് അങ്ങ് കൊടുക്കുക രാജ്യത്തിന്റെ പ്രതിപക്ഷ നേതാവിന്. ഉളുപ്പില്ലാതെ പറയുക. എന്നിട്ട് പറയാം അവിടെ നഷ്ടത്തിലാവുന്നത് ഇവിടെ ഞങ്ങളുടെ സ്റ്റേറ്റിന്റെ കാര്യം നോക്ക്. കർണാടകത്തിൽ നിയന്ത്രിക്കാൻ പറ്റില്ല. അവിടുത്തെ ജനങ്ങൾ തെരഞ്ഞെടുത്ത ഒരു ഗവൺമെന്റ് അവിടെ ഉണ്ട്. അവർ പറഞ്ഞ കാര്യങ്ങൾ നടപ്പാക്കിയത് കൊണ്ടാണല്ലോ കഴിഞ്ഞ ബൈ ഇലക്ഷനിലൊക്കെ അവിടെ വിജയിച്ചു വരുന്നത് ഈ നേതൃത്വം കൊടുക്കുന്ന ഭരണമുന്നണി അല്ലേ. ഇവിടെ കക്കാനും മുടിക്കാനും നക്കാനും നടക്കുന്ന കുറച്ച് ടീമുകളുണ്ട്. എന്നിട്ട് അതൊന്നും നടപ്പാക്കത്തില്ല. എന്തുകൊണ്ട് നടപ്പാക്കത്തില്ല? ഈ അഴിമതികളിലേക്ക് സർക്കാർ തന്നെ വെളിയിൽ പോയത് കൃത്യമായിട്ട് എല്ലാ കാര്യങ്ങളും നടപ്പാക്കാൻ പറ്റൂ. കാരണം രാഹുൽ ഗാന്ധി വെറുതെ ഒന്നും പറയത്തൊന്നുമില്ല. അദ്ദേഹം കൃത്യമായിട്ട് തന്നെ രാജ്യത്തിന്റെ എന്താ പറയുക റിസർവ് ബാങ്കിന്റെ ഗവർണറൊക്കെ വെച്ചുകൊണ്ട് അത് കൃത്യമായിട്ട് വിശകലനം ചെയ്ത് പഠിച്ച് റവന്യൂ വരുമാനം അതൊക്കെ കമ്പയർ ചെയ്തുകൊണ്ട് തന്നെയാണോ അദ്ദേഹം ഇത്തരം കാര്യങ്ങൾ പറയുന്നത്? അല്ലാതെ വെറും നിന്നെപ്പോലെ വന്ന് അവിടുന്ന് ഇവിടുന്ന് വഴി നിന്ന് വിളിച്ച് പറയുന്നതല്ല. എന്നിട്ട് അവർ വഴിയെ പോകുന്നവരെന്ത് ആരാ വഴിയെ പോകുന്നത്? രാജ്യത്തിന്റെ പ്രതിപക്ഷ നേതാവാ വഴിയെ പോകുന്നവനായിട്ട് നീ കണക്കൂട്ടുന്നത്? ലോക രാജ്യങ്ങൾ അംഗീകരിച്ച നേതാവാ രാഹുൽ ഗാന്ധി. അത് മനസ്സിലാക്കിയ നീ. എന്നിട്ട് ഉളുപ്പില്ലാതെ വന്ന് അങ്ങ് ഛർദ്ദിക്കുകയെ. ഇന്ന് കോൺഗ്രസ് കൃത്യമായിട്ട് ചെയ്യാൻ പറ്റുന്ന കാര്യങ്ങളെ ഇപ്പോഴും പറയാറുള്ളൂ. മുൻകാലങ്ങളിൽ ചില വാഗ്ദാനങ്ങളൊക്കെ കൊടുത്തത് പൂർണ്ണമായിട്ട് നടപ്പാക്കാൻ കഴിഞ്ഞിട്ടില്ല എന്നുള്ള വസ്തുതയും ചരിത്രങ്ങളൊക്കെ നമ്മുടെ മുമ്പിലുണ്ട്. പക്ഷേ ഈ കഴിഞ്ഞ കുറേ കാലങ്ങളിലായിട്ട് പാർട്ടി ഉയർത്തിപ്പിടിക്കുന്ന നിലപാടുകളും ചിന്താഗതികളും അതുപോലെ തന്നെ ഇലക്ഷൻ വരുമ്പോൾ ജനങ്ങൾക്ക് കൊടുക്കുന്ന വാഗ്ദാനങ്ങളും ഒന്നിനു പുറകെ ഒന്നൊന്നായിട്ട് തന്നെ നടപ്പാക്കിയിട്ടുണ്ട്. ആ പാരമ്പര്യം ഈ പാർട്ടിക്കുണ്ട്. അത് തൊട്ടടുത്ത സ്റ്റേറ്റിൽ നീ ഒന്ന് പോയി നോക്കണം. എനിക്കൊന്ന് അന്വേഷിക്കണം അവിടെ പോയിട്ട്. കർണാടകത്തിലെ വലിയ ദൂരമൊന്നും ഉണ്ടല്ലോ. അവിടെ ഒന്ന് പോയി അന്വേഷിച്ചാൽ മതി. തെലങ്കാനയിൽ പോയി ഒന്ന് അന്വേഷിച്ചാൽ മതി. എന്നിട്ട് അത് ഇവിടെയും നടപ്പാക്കുമെന്ന് പറയുമ്പോൾ അതിനിടങ്കോലിടാൻ വേണ്ടിയിട്ട് എന്നിട്ട് പറയാ ഇവൻ പച്ചക്കളവ് പറയാ 100 രൂപ പൊന്തിച്ചിട്ട് 18 മാസം ക്ഷേമ പെൻഷൻ കൊടുക്കാൻ കഴിയാത്ത ഒരു പാർട്ടിയാണോ വന്നിട്ട് ഇതൊക്കെ ചെയ്തത്? എവിടെയാണോ 18 മാസം കൊടുക്കാത്തത്? നിനക്ക് എവിടുന്ന അയ്യാറി വീട്ടിയത്? പുറത്ത് വെച്ചിട്ട് ഈ അന്തം കമ്മികളും സൈബർ സഖാക്കളും ഒരു വിവരവുമില്ലാത്തവരെ പടച്ചുവിടുന്ന കളങ്കതകൾക്ക് പുറകെ പോയിട്ട് അതാണ് സത്യമെന്ന് നീ പ്രചരിപ്പിക്കാൻ വേണ്ടി ശ്രമിക്കുക. നിയമസഭയ്ക്ക് വെച്ച് രേഖയില്ലേ?
അത് അവിടെ കൃത്യമായിട്ട് നിയമസഭയ്ക്ക് എന്താ പറഞ്ഞത്, 3 മാസം ഉമ്മൻചാണ്ടി ഗവൺമെന്റിന്റെ കാലത്ത് ഡിലേ ആയിട്ടുണ്ട്. അത് ഡിലേ ആവാണ്ടായ സാഹചര്യം കൃത്യമായിട്ട് വിവരിച്ചിട്ടുണ്ട്. അത് അന്നൊരു പെൻഷൻ കൊടുക്കുന്ന പദ്ധതിയും അതിന്റെ പ്രക്രിയകളൊക്കെ ചേഞ്ച് ചെയ്യുന്നതിന്റെ അടിസ്ഥാനത്തിൽ ഉദ്യോഗസ്ഥന്മാരുടെ അനാസ്ഥ കാരണം അങ്ങനെ 3 മാസം അത് പിറകോട്ട് അവിടെ കൊടുക്കാൻ പറ്റിയിട്ടില്ല. പക്ഷെ അതിനുള്ള പണം മുഴുവൻ ട്രഷറിയിൽ വെച്ചിട്ടുണ്ടായിരുന്നു. അപ്പൊ അതിനുശേഷമാണ് നിർഭാഗ്യവശാൽ ഇലക്ഷൻ വന്നു, ഞങ്ങൾ അധികാരത്തിന് പുറത്തോട്ട് പോയി. സ്വാഭാവികമായിട്ട് ഈ ഗവൺമെന്റ് UDF ഗവൺമെന്റ് വെച്ച നികുതി ആ കാശ് ആ ട്രഷറിയിൽ വെച്ച കാശ് കൊണ്ട് നിങ്ങൾ അധികാരത്തിൽ കയറിയ ഉടനെ തന്നെ അത് കൊടുത്തു വീട്ടി അല്ലേ? അങ്ങനെയല്ലേ ഉണ്ടായത്? അല്ല, നിങ്ങൾ അന്ന് തോമസ് ഐസക് എന്ന് പറഞ്ഞ് ട്രഷറി ഇലക്ഷന് മുമ്പേ ട്രഷറിയൊക്കെ പൂച്ച വെച്ച് കിടക്കുക എന്നാ പറഞ്ഞത്. അങ്ങനെ പൂച്ച വെച്ച് കിടന്ന ഒരു ട്രഷറിക്കകത്ത് ആ ഗവൺമെന്റ് വന്ന് 3 മാസത്തിനകത്ത് ഈ മുഴുവൻ പണം ഈ കുടിശ്ശിക വെച്ച പണവും കൊടുക്കാൻ വേണ്ടിയിട്ട് എന്താ ദൈവം കൊണ്ടേ ഇട്ടണോ അതിനകത്ത്? ഇല്ലല്ലോ. അപ്പം കൃത്യമായിട്ട് പണം അവിടെ ഉണ്ട് എന്നുള്ളത് തന്നെയല്ലേ ജനങ്ങൾ മനസ്സിലാക്കിയത്. പിന്നെ അതിനുശേഷം തന്നെ കൃത്യമായിട്ട് UDF പിന്നെ നിങ്ങളെ വെല്ലുവിളിച്ച ദളപത്രം ഇറക്കി നിങ്ങളെന്ന് പറഞ്ഞിട്ട് എന്നിട്ട് നിങ്ങളത് ഇറക്കിയോ? ഇല്ലല്ലോ. അപ്പൊ ഇങ്ങനെ കാര്യങ്ങൾ ഇല്ലാതെ പച്ചക്കാള് പ്രചരിപ്പിക്കാൻ വേണ്ടിയിട്ട് ഒരു ഉളുപ്പ് നിന്റെ ശരീരത്തിൽ ലവലേശം ബാക്കിയുണ്ടാണോ? ഇത് കേൾക്കുന്നവരെന്താ ധരിക്കുക? ഞാൻ പറഞ്ഞല്ലോ, രാഷ്ട്രീയപരമായിട്ട് നിങ്ങൾക്ക് വിയോജിപ്പോ കാര്യങ്ങളും ആ തരത്തിൽ ഗണ്ണിക്കുക. അല്ലാതെ രാജ്യത്തിന്റെ പ്രതിപക്ഷ നേതാവിനെ ഇതുപോലെ അവഹേളിക്കുന്ന തരത്തിൽ സ്റ്റേറ്റ്മെന്റ് ഇറക്കിയാൽ അതിന് കൃത്യമായിട്ടുള്ള മറുപടിയും പറഞ്ഞ് ഞങ്ങൾക്കറിയാം. അത് മനസ്സിലാക്കിക്കോ കേട്ടാ. അവൻ കണ്ടുപിടിച്ചതാണ്, മര്യാദയില്ല പോലും. എന്തെന്ന് സ്ത്രീകൾക്ക് സൗജന്യമായിട്ട് കൊടുക്കും, പിന്നെ 3000 രൂപ പെൻഷനാക്കും, പിന്നെ കോളേജിനകത്ത് പഠിക്കുന്ന വിദ്യാർത്ഥിനികൾക്ക് 1000 രൂപ മാസത്തിൽ വെച്ച് കൊടുക്കും എന്നൊക്കെ പറഞ്ഞത് ഇവനിക്ക് അൺപാർലമെന്റ് വാക്കായിട്ടാവുമല്ലോ ഇവനിക്ക് തോന്നിയത്. ഇവന്റെ സ്റ്റേറ്റ്മെന്റ് അങ്ങനെയാണല്ലോ വരുന്നത്. ഉളുപ്പ് എന്ന് പറയുന്ന ഇല്ലാത്ത വർഗങ്ങൾ വെറുതെ ഒന്നല്ല. സിനിമാ നടൻ മമ്മൂട്ടിയൊക്കെ ഈ കാര്യങ്ങൾ മനസ്സിലാക്കിക്കൊണ്ട് തന്നെയാണ് അദ്ദേഹം ഇടതുപക്ഷത്തിന്റെ ചിന്താഗതിക്കാരനായിട്ട് പോലും ചില സത്യങ്ങൾ ഇപ്പം വെളിപ്പെടുത്തിയത്. അപ്പൊ അത് പറയുമ്പോഴേക്ക് ഇവർക്കൊക്കെ കുരുവൊട്ടി. സൈബർ കമ്മികളുണ്ട് മമ്മൂട്ടിയെ വേട്ടയാടാൻ വേണ്ടത്. അയാൾ സത്യം വിളിച്ചു പറഞ്ഞപ്പോൾ ഇവർക്ക് ഈ സത്യങ്ങൾ നടക്കത്തില്ലല്ലോ. ഇവർക്ക് കളവുകൾ മാത്രം പ്രചരിപ്പിക്കുന്ന ഒരു വർഗങ്ങളാണല്ലോ ഇവറ്റകള്. ഇത് എന്തെങ്കിലും ഇത്തരം കാര്യങ്ങൾ കേരളത്തിൽ പ്രാബല്യത്തിലാക്കാൻ കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അത് കേരളത്തിലെ എല്ലാവർക്കും ഉപകാരമാണ്. അതിനകത്ത് കോൺഗ്രസ്സുകാർക്ക് മാത്രമൊന്നുമല്ല, എല്ലാ പാർട്ടിക്കാർക്കും എല്ലാവർക്കും ജനങ്ങൾക്ക് വേണ്ടിയിട്ടാണ് ഇത്തരം കാര്യങ്ങൾ പ്രഖ്യാപിക്കുന്നത്. മനസ്സിലായ? അത് മനസ്സിലാക്കാൻ സാമാന്യ ബുദ്ധി എനിക്കൊക്കെ വേണ്ടേ? ഇവരൊക്കെ മിനിസ്റ്റർ ആവല്ലേ? എവിടുത്തെ മിനിസ്റ്ററാ? എന്നിട്ട് വലിയ കണക്കും കൊണ്ടിങ്ങ് വന്നിന് അത് നഷ്ടത്തിലായതിന് ഞാൻ ലാഭത്തിലേക്ക്. കഴിഞ്ഞ 10 വർഷമായിട്ട് ഏത് ഗവൺമെന്റാണ് ഇവിടെ ഫോം ചെയ്തത്? ആരാണ് ആ ട്രാൻസ്പോർട്ട് മിനിസ്റ്ററായി കൈകാര്യം ചെയ്തത്? അവരോട് പോയിട്ട് പറ. അതിങ്ങനെ മറ്റുള്ളവന്റെ വരടിയിലേക്ക് വെച്ച് കിട്ടാൻ വേണ്ടി ശ്രമിക്കുന്നത്. നഷ്ടത്തിലാക്കിയത് നിങ്ങൾ തന്നെയല്ലേ? കഴിഞ്ഞ 10 വർഷമായാലും നിങ്ങൾ ഭരിക്കുന്നത് ഇല്ലേ? അതിനകത്ത് കോൺഗ്രസിന്റെ മന്ത്രിയായിരുന്നോ ഈ പറയുന്ന ട്രാൻസ്പോർട്ട് കമ്മീഷൻ വകുപ്പ് കൈകാര്യം ചെയ്തത്? ഇത് പറയുമ്പോൾ ചിന്തിക്കണ്ടേ ജനങ്ങളൊന്നും പിന്നെ മന്ദബുദ്ധികളല്ല എന്നുള്ള കാര്യം? അപ്പൊ അതുകൊണ്ട് നിഷ്പക്ഷമായി നിൽക്കുന്ന ജനങ്ങൾ, പാർട്ടിക്കപ്പുറത്ത് ചിന്തിക്കുന്ന ജനങ്ങൾ, നിങ്ങൾ ഈ പറയുന്ന രാഹുൽജി പറഞ്ഞ കാര്യങ്ങൾ വളരെ കൃത്യമായിട്ട് നടപ്പാക്കാൻ കഴിയും എന്ന ബോധ്യത്തോടു കൂടി തന്നെ നിങ്ങൾക്ക് എന്താ പറയുക അതിനുള്ള തീരുമാനങ്ങൾ എടുക്കാം. അതായത് വെറുതെ പൊള്ളയായ വാഗ്ദാനങ്ങൾ കൊടുക്കലല്ല രാഹുൽജി ചെയ്തത്. രാഹുൽജിയാ പറഞ്ഞത്. മനസ്സിലായ? മറ്റുള്ളവരാ പറഞ്ഞിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് അത്ര ആക്ഷേപങ്ങളും അത്ര പരാതികളും ഒക്കെ ആയിട്ട് മുന്നോട്ട്. പക്ഷേ അതല്ല, ഇത് കൃത്യമായിട്ട് തന്നെ ഇതൊക്കെ എല്ലാ കാര്യങ്ങളും എക്കണോമിക്സ് അടക്കം വിലയിരുത്തിക്കൊണ്ട് തന്നെ ഇതെങ്ങനെ മുന്നോട്ട് കൊണ്ടുപോകാൻ കഴിയും, ഇതെങ്ങനെ പ്രാബല്യത്തിൽ നടത്താൻ പറ്റുമെന്ന് സാമ്പത്തിക വിദഗ്ധരുമായി കൂടി ആലോചിച്ചതിന് ശേഷം മാത്രമാണ് രാഹുൽജി അത്തരമൊരു സ്റ്റേറ്റ്മെന്റ്, ഒരു പ്രസ്താവനയും നടത്തുക. അത് 100% ഉറപ്പായിരിക്കും. ഒരു തർക്കവും നിങ്ങൾക്ക് ആർക്കും വേണ്ട. പിന്നെ കാണാൻ പോകുന്ന പോലും ഞങ്ങൾ പറഞ്ഞറിയിക്കണ്ടല്ലോ. കഴിഞ്ഞ 3 മാസം കഴിയട്ടെ, അധികാരത്തിലേക്ക് UDF വരട്ടെ, അപ്പം കാണാം ഞങ്ങൾക്ക് ഇതൊക്കെ നടപ്പാക്കുകയില്ല എന്നുള്ള കാര്യം. അതിനു മുമ്പ് നിങ്ങൾ അങ്ങനെ പറഞ്ഞു ഇതെങ്ങനെ നടപ്പാക്കാൻ കഴിയും, ഇതെങ്ങനെ എങ്ങനെയാ. അത് ഞങ്ങൾക്ക് കഴിയുന്നത് കൊണ്ടാണല്ലോ ഞങ്ങൾ പറഞ്ഞത്, ഞങ്ങളുടെ നേതാക്കന്മാർ പറയുന്നത്. അപ്പൊ അതുകൊണ്ട് നമ്മളൊരു ഒരു രാഷ്ട്രീയ എതിർപ്പോ വിയോജിപ്പോ ഉണ്ടെങ്കിൽ ആ തരത്തിൽ ഗണ്ണിക്കാൻ ശ്രമിക്കുക എന്നല്ലാതെ ഈ വായിക്ക് തോന്നിയ കോതക്ക് പാട്ടാക്കിയിട്ട് ഇതുപോലെ വിഡിത്തങ്ങൾ വിളിച്ചു പറഞ്ഞാലല്ലേ അതിന് കൃത്യമായിട്ടുള്ള മറുപടിയും പറയാൻ ഞങ്ങൾക്ക് നല്ലപോലെ അറിയാം. ഓക്കെ.